PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ 6 ദേശീയോദ്യാനങ്ങളാണ് മൊത്തം കേരളത്തിലുള്ളത്. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം എത്രയാണ്? 5 എന്നുള്ളതാണ് PSCയുടെ ഉത്തരം. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയോദ്യാനങ്ങൾ, അതിൻ്റെ കോഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ദേശീയോദ്യാനങ്ങൾ എന്ന് മാറിപ്പോവാതിരിക്കാനായിട്ട് ഈ കോഡൊന്ന് ഓർത്ത് വയ്ക്കാം. ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലന്റായി. എന്താണ്? ആനയും പാമ്പും പെരിയാറിലെ ഇര തേടൽ മതിയാക്കി സൈലന്റായി. ഇതാണ് നമ്മുടെ കോഡ്. ദേശീയോദ്യാനങ്ങൾ ഓർത്തു വെക്കാനുള്ള കോഡാണ്. എന്തൊക്കെയാണ്? ആനയും എന്നുള്ളതിൽ നിന്നും ആനമുടിച്ചോല, പാമ്പും എന്നുള്ളതിൽ നിന്നും പാമ്പാടും ചോല, പെരിയാറിലെ എന്നുള്ളതിൽ നിന്നും പെരിയാർ, ഇര തേടൽ എന്നുള്ളതിൽ ഇര എന്ന് പറയുന്നത് ഇരവികുളം, മതിയാക്കി എന്നുള്ളതിൽ മതികെട്ടാൻ ചോല, സൈലന്റ് ആയി എന്നുള്ളതിൽ നിന്നും സൈലന്റ് വാലി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് 6 ദേശീയോദ്യാനങ്ങൾ. ഇതിൽ പെരിയാറ് എന്തിലില്ല? PSCയുടെ ഉത്തരസൂചിക പ്രകാരം പെരിയാറ് ഇല്ല. പെരിയാറ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 5 ദേശീയോദ്യാനങ്ങളാണ് PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ 5 എണ്ണത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇരവികുളം ദേശീയോദ്യാനം, അതുപോലെ സൈലന്റ് വാലിയെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് ഏത് ജില്ലയിലാണ് എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനം, ഓക്കെ, പെരിയാർ ദേശീയോദ്യാനം ഞാൻ എഴുതിയിട്ടുണ്ട്. 1982 നിലവിൽ വന്നത്. നമുക്കത് പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് വേണ്ട. ഇനി ഇരവികുളം ദേശീയോദ്യാനമാണ് PSCയുടെ ഉത്തരസൂചിക പ്രകാരം ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. നിലവിൽ വന്നത് 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഇനി സൈലന്റ് വാലി 1984 സൈലന്റ് വാലി നിലവിൽ വരുന്നത്. ബാക്കിയുള്ള 3 ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടൻ ചോല, ഈ 3 ചോലകളും വന്നത് 2003 നിലവിൽ വന്നത്. അതിലെ പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? PSCയുടെ ഉത്തരസൂചിക പ്രകാരം കേരളത്തിലാകെ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കുമ്പോൾ വേണമെങ്കിൽ പെരിയാറിലെ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആനയും പാമ്പും ഇര തേടൽ മതിയാക്കി സൈലന്റായി. അപ്പോൾ പെരിയാറിലെ എന്നുള്ളത് അവിടെ നിന്ന് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല. മൊത്തം പക്ഷേ 6 ഉണ്ട്. PSC ഒഴിവാക്കിയത് കൊണ്ട് നമുക്കും അത് ഒഴിവാക്കിയിട്ട് പഠിക്കാം. ആനയും പാമ്പും ഇര തേടൽ മതിയാക്കി സൈലന്റായി എന്ന് ഓർത്ത് വെച്ചാലും മതി. അപ്പോൾ 5 ദേശീയോദ്യാനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇരവികുളം 1978 ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് പറഞ്ഞു. സൈലന്റ് വാലി 1984 നിലവിൽ വന്നു. പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജില്ലകൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. സൈലന്റ് വാലി മാത്രം പാലക്കാട്, ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഏറ്റവും ചെറുത് ഏതാണെന്ന് പറഞ്ഞു? പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇനി നമുക്ക് ഇരവികുളത്തെക്കുറിച്ചും സൈലന്റ് വാലിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തേത് ഇരവികുളം ദേശീയോദ്യാനം നോക്കാം. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്
ഇരവികുളം ദേശീയോദ്യാനം. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഏത്? ഇരവികുളം ദേശീയോദ്യാനം. നമ്മൾ പറഞ്ഞു എന്താണ് ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978 ദേശീയോദ്യാനമായിട്ട് ഇരവികുളത്തെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇരവികുളത്തെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975. ഓക്കെ ആണല്ലോ. വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978. വർഷങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. 1975 എന്ത് ഇരവികുളത്തെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ഇനി ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് സൈലന്റ് വാലി മാത്രമാണ് എവിടെയുള്ള സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള 4 എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 എന്താണ് ഇരവികുളം ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1975 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയാണ് എന്ത് ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഓക്കെ, ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അതുപോലെ ഇരവികുളത്ത് കാണപ്പെടുന്ന സ്പീഷീസ് ആണ് വരയാടുകൾ. ഓക്കെ, വരയാടുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടുകൾ കാണപ്പെടുന്നത്. വരയാടുകൾ എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ്. തമിഴ്നാട്ടിന്റെ ഔദ്യോഗിക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വരയാടുകളാണ്. ഓക്കെ, വരയാടുകളാണ് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം. വരയാടുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഈ വരയാടുകളുടെ സയന്റിഫിക് നെയിമാണ് നീലഗിരി ഹൈലോക്രിയസ് ട്രാഗസ്. എന്താണ്? നീലഗിരി ഹൈലോക്രിയസ് ട്രാഗസ് എന്നുള്ളതാണ് വരയാടുകളുടെ സയന്റിഫിക് നെയിം. പഠിച്ചു വെക്കണം. വരയാടുകളുടെ സയന്റിഫിക് നെയിം എന്താണ്? നീലഗിരി ഹൈലോക്രിയസ് ട്രാഗസ് എന്നുള്ളതാണ് വരയാടുകളുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല എന്ന് പറയുന്നത് ഇരവികുളത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, രാജമല എന്ന് പറയുന്നത് ഇരവികുളത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്, ഏറ്റവും വലിയ ദേശീയോദ്യാനമാണെന്നൊക്കെ പറഞ്ഞു. 1978 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1975 വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞു. ഇനി ആനമുടി, കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ വരയാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഇരവികുളം വന്യജീവി സങ്കേതത്തിലാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ് വരയാടുകൾ. വരയാടുകളുടെ സയന്റിഫിക് നെയിമാണ് നീലഗിരി ഹൈലോക്രിയസ് ട്രാഗസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല എന്ന് പറയുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി വാലിയെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും, രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത്. എന്താണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം, അതുപോലെ തന്നെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത്
സൈലന്റ് വാലിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? സൈലന്റ് വാലി തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നതും കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്നത് 1984 നിലവിൽ വന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. ഓക്കെ ആണല്ലോ. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയാണ്. പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് എന്ത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത്. സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന് പറയുന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏക കന്യാവനം, കേരളത്തിലെ ഏക കന്യാവനം, അതുപോലെ നിത്യഹരിതവനം, ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. 1985 രാജീവ് ഗാന്ധിയാണ് എന്ത്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. പശ്ചിമഘട്ടം, നീലഗിരി എന്നിവയുടെ ഭാഗമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. ആ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് റൈറ്റ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, എന്തുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത്? സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്നുള്ള പേര് ലഭിച്ചത് അവിടെ ചീവിടുകൾ ഇല്ലാത്തതിനാലാണ്. ഓക്കെ, ചീവിടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത്. അതുപോലെ സൈലന്റ് വാലിയിൽ കാണുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയാണ്. ഓക്കെ, സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയിലാണ്. ഇനി സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം അവിടെ വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സിംഹവാലൻ കുരങ്ങുകളുടെ സയന്റിഫിക് നെയിം പഠിക്കണം, അതുപോലെ വെടിപ്ലാവുകളുടെ സയന്റിഫിക് നെയിം പഠിക്കണം. ഓക്കെ, സിംഹവാലൻ കുരങ്ങിന്റെ സയന്റിഫിക് നെയിം ആണ് മക്കാഗ സിലനസ്. മക്കാഗ സിലനസ് എന്നുള്ളതാണ് സിംഹവാലൻ കുരങ്ങിന്റെ സയന്റിഫിക് നെയിം. അതുപോലെ വെടിപ്ലാവിന്റെ സയന്റിഫിക് നെയിം ആണ് കുലീനിയ എക്സാറിലേറ്റ. കുലീനിയ എക്സാറിലേറ്റ എന്നുള്ളതാണ് വെടിപ്ലാവുകളുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചീവിടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത്. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് സൈലന്റ് വാലി. അവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ സയന്റിഫിക് നെയിമാണ് മക്കാക സിലനസ്. അതുപോലെ വെടിപ്ലാവുകളുടെ സയന്റിഫിക് നെയിം എന്താണ്? കുലീനിയ എക്സാറിലേറ്റ. ഇനി മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? സൈലന്റ് വാലിയാണ്. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഓക്കെ ആണല്ലോ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തൂതപ്പുഴ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുന്നേ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. മലിനീകരണം കുറഞ്ഞ നദിയും ഏത് തന്നെയാണ്? കുന്തിപ്പുഴ തന്നെയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്?
തൂതപ്പുഴയാണ്. അപ്പോൾ ഇത്രയുമാണ് സൈലന്റ് വാലിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ദേശീയോദ്യാനങ്ങളുടെ കാര്യം പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്, പാമ്പാടും ചോലയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദേശീയോദ്യാനങ്ങളുടെ ജില്ലയൊന്ന് പഠിച്ചു വെക്കുക. ഇരവികുളം, സൈലന്റ് വാലി നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ടോപ്പിക്കാണ് ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ടും പഠിക്കുക, ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.